നല്ല വയലന്റ് മൂവി. ഭയങ്കര എന്താ പറയാ, എക്സ്ട്രീം ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വയലന്റ് മൂവി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉണ്ണിമൂന്നിന്റെ സ്വാഗും പിന്നെ ആക്ഷനൊക്കെ അടിപൊളി. സത്യം പറഞ്ഞാൽ അവരെന്താണ് മാർക്കറ്റ് ചെയ്ത അതിന്റെ എക്സ്ട്രീം കൊടുത്തിട്ടുണ്ട്. സോ എന്താ പറയാ, ഇതിപ്പം ഇന്ത്യ ഫുൾ ഇതാണല്ലോ ചർച്ച. സോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉണ്ണിമൂന്നൻ എത്തിയിരിക്കുന്നു. അതില് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഒറ്റയ്ക്ക് വഴിവട്ടി വന്നതന്നെയല്ലേ, അപ്പൊ അതിന്റെ ഒരു അല്ല, എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത്. പക്ഷെ എന്നാലും തിയേറ്ററിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തിയേറ്ററിൽ കാണണമെന്നുണ്ടായിരുന്നു, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ഒരുപാട് സന്തോഷം. ഞാൻ ഇന്ത്യ ടുഡേയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അപ്പം ഭയങ്കര പ്രൗഡ് തോന്നി. കാരണം ഇന്ത്യൻ നമ്മുടെ മലയാളത്തിലെ ഒരു നായകൻ അതിൽ പോയി ഇന്റർവ്യൂ കൊടുത്തതിൽ ഭയങ്കര ഒരു അഭിമാനം തോന്നി. വയലൻസ് അതാണല്ലോ മൂവി എന്ന് പറഞ്ഞാൽ, അതാണല്ലോ ഐ മീൻ ഇത് മാർക്കറ്റ് ചെയ്തതും അങ്ങനെയാണല്ലോ, മോസ്റ്റ് വയലന്റ് മൂവി എന്നാണല്ലോ. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് വയലന്റ് മൂവി. പിന്നെ ചില സിറ്റുവേഷനൊക്കെ നമുക്കത് നോർമൽ ഓഡിയൻസിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും എക്സ്ട്രീം ആയിരുന്നു. ബട്ട് നൈസ്, അവരെന്ത് മാർക്കറ്റ് ചെയ്തോ അത് അവർ എക്സ്ട്രീം ചെയ്തിട്ടുണ്ട്. പ്ലാൻ ചെയ്യാം. താങ്ക് യു ബ്രോ, താങ്ക് യു. നെക്സ്റ്റ് മന്ത് ഉണ്ട് ബ്രോ. അതെ, ഹാപ്പിയാണ്. കല്യാണം സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അല്ല, ഇത് എന്താണെന്നറിയോ, ഇതൊരു വൈൽഡ് മൂവി അല്ലേ. സോ അതുകൊണ്ട് പിന്നെ ഞങ്ങള് ബ്രദറും പിന്നെ ഫാദറൊക്കെ വന്നത്. ഓക്കെ. ഈ റോബിനാണെങ്കിൽ ഇപ്പം ഈ ബിഗ് ബോസിന് ശേഷം ഇപ്പൊ കുറെ മാറ്റങ്ങൾ സ്വയം വന്നിട്ടുണ്ട്. എന്താണ് മാറ്റം വന്നത്? ഇത് ഈ പറയുന്ന കുറച്ച് ലൗഡ് ആയിരുന്ന റോബിൻ ഇപ്പൊ കുറച്ച് സൈലന്റ് ആയി. അത് സ്വയമേ സൈലന്റ് ആയതാണോ അല്ലെങ്കിൽ എന്താണ്? അല്ല, ലൗഡ് ആവേണ്ട സമയത്ത് ലൗഡായി, ഇപ്പൊ സൈലന്റ് ആവേണ്ട സമയത്ത് സൈലന്റ് ആവുന്നു. സംതിങ് ഈസ് പ്ലാനിങ്, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണോ? ഒബ്വിയസ്ലി നമുക്കെല്ലാം ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ അതിലേക്ക് എത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി ലൗഡിന്റെ ആവശ്യമില്ല. എല്ലാം സിനിമ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഗ്രാജുവലി ഉള്ളൂ, പയ്യെ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഒരു പടം ചെയ്യണമെന്നുണ്ട്, അത് പയ്യെ ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. റോബിന്റെ പ്രേക്ഷകര് സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് കാത്തിരിക്കുക. അതെ, കാത്തിരിക്കട്ടെ. എന്തായാലും ഒരു പടം ചെയ്യും. ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു. കാത്തിരിക്കുന്ന ആരാധകർക്ക് എന്താണെങ്കിലും റോബിന്റെ പടം ഉറപ്പായിട്ടും ചെയ്യും. അതപ്പം നല്ലൊരു സ്റ്റോറി, നല്ലൊരു എന്താ പറയാ സ്ക്രിപ്റ്റ്, നല്ലൊരു രീതിയിൽ ടെക്നീഷ്യൻസിന്റെ അണ്ടറിൽ ചെയ്യണമെന്നുണ്ട്. അതിപ്പം സ്വന്തമായിട്ട് തന്നെ ഒരെണ്ണം ചെയ്യും.